എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഗാർഡൻ വീഡിയോ ആണ്. ഗാർഡൻ വീഡിയോസ് ആണല്ലോ ഞാൻ മെയിനായിട്ട് ഇടുന്നത്. ഇന്നും അത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. മമ്മിയും ഞാനും ഇച്ചായും പിന്നെ അപ്പൂസും അമ്മൂസും എല്ലാവരും കൂടെ ഇന്ന് ഒരു എന്താ പറയുക, രാവിലെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഗാർഡനിൽ കുറച്ച് പണിയാണ്. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഓഫുള്ള ദിവസം ഇത് തന്നെയാണ് മിക്ക ദിവസങ്ങളിലും എടുത്ത പണി. ഇന്ന് കുറച്ച് വിളവെടുപ്പും പിന്നെ ബണ്ണിങ്സിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന മുന്തിരിച്ചെടി അത് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ്. അതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓൾറെഡി. ഞാൻ കുറച്ചൊക്കെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഞങ്ങളുടെ ബീൻസാണ്. ഇത് ക്ലൈംബിംഗ് ബീൻസാണ്. അതിന് മുന്നേ ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ക്യാൻബ്ര എന്ന് പറയുന്ന താരതമ്യേന തണുപ്പ് കുറച്ച് കൂടിയ സ്ഥലമാണ്. അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മുടെ ട്രോപ്പിക്കൽ പച്ചക്കറികളൊക്കെ ഉണ്ടാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 3 മാസമാണ് പ്രോപ്പർ ചൂട് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിന് മുന്നേ കിളിപ്പിച്ചൊക്കെ വെച്ച് ഉണ്ടാക്കിയാലാണ് ആ 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുത്തും കഴിയാൻ പറ്റുന്നത്, വിളവെടുക്കുകയും കൂടെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വിളവെടുക്കാറാകുമ്പോഴേക്കൊക്കെ ഫ്രോസ്റ്റ് വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ ഫ്രോസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കരിഞ്ഞ പോലെ ആയിപ്പോവും. ഇത് കണ്ടോ, ഞങ്ങളുടെ ഉണ്ടമുളക് ഇത് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ചുറ്റും നേരത്തെ തക്കാളി നിൽപ്പുണ്ടായിരുന്നു. തക്കാളിയുടെ ചെടി കാരണം ആ ചെടിക്ക് വളരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ നന്നായിട്ട് ഇപ്പോൾ അതുണ്ടായി വരുന്നുണ്ട്. അതായത് നമ്മുടെ ബ്ലാക്ക്ബെറീസ് ഇത് ഒരു പ്രാവശ്യം ഉണ്ടായതാണ് സമ്മറിൽ. ഇപ്പോൾ പിന്നെ അത് നന്നായിട്ട് പൂത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെ രണ്ടാമതുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ റാസ്ബെറീസ് അതും ഇപ്പോൾ നന്നായിട്ട്, മമ്മി ഈ സ്ഥലത്ത് ഞങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ മമ്മി കുറേ കമ്പോസ്റ്റും വളമൊക്കെ ഇട്ട് അവിടെ ഇപ്പം നന്നായിട്ട് വലിയ റാസ്ബെറീസ് ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, ബീൻസ്. ഇത് അപ്പുറത്തെ വീട്ടിലെ ബീൻസാണ്. ഞങ്ങളുടെ അവക്കാഡോയിലോട്ട് കയറി കിടന്നത് ഞാൻ പിന്നെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറിച്ചതാണ്. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പച്ചക്കറികൾ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ അതങ്ങ് പറിച്ചെടുത്തു. ഓൾറെഡി അത് മുറ്റിപ്പോവാറായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അപ്പുറത്തും എല്ലാം കയറി കിടപ്പുണ്ട്. ഈ ബീൻസ് ഇതൊരു വേറെ എന്തോ വെറൈറ്റി ഒരു ബീൻസാണ്. പക്ഷേ ടേസ്റ്റും കാണാനും ഒക്കെ ഏകദേശം സെയിം ആയിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം കഴിഞ്ഞ രാത്രികളിലെ തണുപ്പടിച്ചാണ് അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഉള്ളത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്ട്രോബെറീസ്, ഒരു സൈഡിൽ നിൽക്കുന്ന സ്ട്രോബെറി ചെടികളെല്ലാം പോയി. ഇതിപ്പം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടികളിലൊക്കെ നന്നായിട്ട് സ്ട്രോബെറീസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സീസണിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വിളവെടുപ്പ്. ക്യാപ്സിക്കം, സ്ട്രോബെറി, റാസ്ബെറീസ്, ബീൻസ് നന്നായിട്ട് അവിടെ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഈ സമയത്താണ് ഞങ്ങൾക്ക് ബീൻസ് കിട്ടുന്നത്. എല്ലാ പ്രാവശ്യവും സീസൺ തുടങ്ങുമ്പോഴേ ഞങ്ങൾ ബീൻസ് പറിച്ച് തുടങ്ങുമായിരുന്നു. എല്ലാ സമ്മറിലും എല്ലാ ദിവസവും ബീൻസ് കാണും വീട്ടിൽ. ബീൻസിന് ഞങ്ങളൊരു ബണ്ണിങ്സിന്ന് ഒരു മുന്തിരിച്ചെടി മേടിച്ചതാണ്. ഇതിൻ്റെ പേര് ഓട്ടം റോയൽ എന്ന് പറഞ്ഞിട്ട്. ChatGPTയിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ മേടിച്ചതാണ്. ഞാൻ അടുത്ത് ഒരു വെറൈറ്റി ഓൾറെഡി ഉണ്ട്. അതിപ്രാവശ്യം അധികം കായ്ച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടെന്ന് വെച്ചാൽ ആദ്യത്തെ കായായിരുന്നു. ഒരു 5-6 കൊല നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നിറച്ചുണ്ടാവുന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷേ എല്ലാം സമ്മർ തുടങ്ങിയപ്പോൾ നന്നായിട്ട് ചെടി പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂത്തതെല്ലാം കൊഴിഞ്ഞു പോകുകയും നന്നായിട്ടൊന്നും ആയി വന്നില്ല. ഒരു കൊല പോലും നല്ല രീതിയിൽ കിട്ടിയില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടി, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് കുറച്ച് കമ്പോസ്റ്റ്, ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഉണ്ടാക്കിയ കമ്പോസ്റ്റ്, പിന്നെ ഗാർഡൻ സോയിൽ, പിന്നെ നമ്മുടെ മേടിക്കുന്ന പോട്ടി മിക്സ്, അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ചെടി വെച്ച് കൊടുക്കുകയാണ്. ചെടിയുടെ വേരൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക, വേരോട്ടം കിട്ടാനായിട്ട്. അങ്ങനെ ഇച്ചയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ കുറച്ചാളായിട്ട് എൻ്റെ കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് ഇച്ചായും മമ്മിയും കൂടെയൊക്കെയാണ് ഇവിടുത്തെ ഗാർഡനിങ് പരിപാടികളൊക്കെ. ഞാനധികം ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ തന്നെ ചെറിയ വീഡിയോ എടുപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നടക്കാറേ ഉള്ളൂ. കൈകൊണ്ടും അധികം പണികളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ മിക്ക പോട്ടിലുള്ള മിക്ക ഫ്രൂട്ട് ചെടികളും ഇച്ച തന്നെയാണ് വെച്ചത്. അപ്പോൾ ഇച്ചയ്ക്ക് അതിനൊക്കെ നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എവിടെ വെക്കുമെന്നാണ് ഇച്ച അവിടെ എവിടെയൊക്കെ നോക്കുന്നത്. ഒരു തണലത്ത് കൊണ്ട് വെച്ചു, വെള്ളം ഒഴിച്ചു. ഇത് നമ്മുടെ കാന്താരി കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഞങ്ങൾ മേടിച്ചതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളതിനെ ഓവർ വിൻ്റർ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷം എന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാണ്, അടുത്ത വർഷത്തേക്കും കൂടെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നിറച്ച് കാന്താരി ഇപ്പോൾ ഉണ്ട്. അത് പതുക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വിളയിട്ടേന്ന് വിചാരിച്ചു.
അതിനെ ഇപ്പോൾ സമയമുള്ളപ്പോൾ മാറ്റുന്നതേ ഉള്ളൂ. കുറച്ച് നാളൂടെ ഫ്രോസ്റ്റ് വീഴാതെ കിട്ടും. ഇതിനെ സത്യത്തിൽ ഓവർ വിൻ്റർ ചെയ്യേണ്ടത് ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ ഒന്ന് എന്താ പറയുക വിശ്രമിക്കാൻ വിടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചട്ടിയിലാക്കിയിട്ട് അധികം ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വിൻ്റർ ടൈം പാസ് ചെയ്ത് കിട്ടും. പക്ഷേ ഇത് ഞങ്ങൾ കുറച്ചുകൂടെ അതിന് പണി കൊടുക്കുകയാണ്, കുറച്ചുകൂടെ ഞങ്ങൾക്ക് തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ പോയി. അമ്പൂസിനും അമ്മൂസിനും സൈക്കിൾ വിട്ടാൻ വേണ്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു പാർക്കാണ്, ഒരു സ്ലൈഡും ഒരു സ്വിങ്ങും മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ സൈക്കിൾ വിട്ടാനായിട്ട് നല്ലൊരു നിരന്ന സ്ഥലമുണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ പോയിട്ട് രണ്ടുപേരുടെയും പുത്തൻ സൈക്കിളാണ്, രണ്ടുപേർക്കും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ രണ്ടുപേർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൂസ് ഇപ്പോൾ പുറകിലത്തെ വീലൊക്കെ മാറ്റി നന്നായിട്ട് ചവിട്ടി തുടങ്ങി. അമ്മൂസ് പതുക്കെ അപ്പുച്ചേട്ടൻ്റെ കൂടെ പിടിച്ച് നിൽക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം 1000 നന്ദി. ബായ്.